ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നല്ല പാലക്കാടൻ മാന്തൾ വറ്റിച്ചതാട്ടോ. അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ച് പച്ചമാന്തളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിക്ക് അത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ തന്നെയാട്ടോ ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ അതെ, ഇതാണ് പിന്നത്തെ എൻ്റെ മാന്തൾ കറി. ഇതെങ്ങനെയാണ് വെച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സിമ്പിളാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇത് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും ഒരു തക്കാളി 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പച്ചമാന്തൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു. ആ ഉലുവ പൊട്ടുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയുള്ളി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ചെറിയുള്ളി അരയ്ക്കുന്നുണ്ട്, കുറച്ച് ചെറിയുള്ളി ഇതിലിടുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കാതെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരണം. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി, അതുപോലെ 2 പച്ചമുളക് ഇത് നല്ല രീതിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ മൺചട്ടിയിലുള്ള ഈ ഉള്ളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നു കേട്ടോ, ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളി, വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വെന്ത ശേഷം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ച ആ മസാല നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ചെറിയുള്ളി, തക്കാളി, പച്ചമുളകാണ് അരച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതൊക്കെ നല്ല വെന്ത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആകുന്ന ആ സമയത്താണ് നമ്മളിതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നല്ല വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലവണ്ണം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദ് കൂടും എന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇതിൽ തന്നെ വെക്കുന്നത്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മസാല പരുവം കേട്ടോ. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണമെങ്കിൽ ഉപ്പ് നോക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇടാനുള്ള കാരണം 2 പച്ചമുളക് ഞാൻ അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരയ്ക്കുന്നതിലും 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയം നമുക്ക് മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ മുളക് വറ്റിച്ചത് സെറ്റായി. അപ്പോൾ നല്ലവണ്ണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കുറവാക്കാം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് ചാറ് മുളക് വറ്റിച്ചതായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം ഒഴിച്ചിട്ട് വേണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ല രീതിക്ക് അതൊന്ന് തിളച്ച് വരുന്നവർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചാറിപ്പോൾ തിളയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ചാറ് നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇതാട്ടോ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മാന്തൾ, പച്ചമാന്തളാണ്. അപ്പോൾ അത് ചാറ് നന്നായി ഇവിടെ തിളച്ചിങ്ങനെ വരുന്ന ആ സമയത്താട്ടോ നമ്മൾ മാന്തൾ ഇട്ട് കൊടുക്കുന്നത്. മാന്തൾ പിന്നെ ഒരുപാട് വേവണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 സൈഡും തോലെടുത്ത ശേഷം നമ്മൾ മാന്തൾ ക്ലീൻ ചെയ്ത് അങ്ങനെയാട്ടോ കറി വയ്ക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു തിള അല്ലെങ്കിൽ 2 തിള മതി. ബാക്കി പിന്നെ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്താലും ഇരുന്നൊന്ന് തിളച്ചോളും. അപ്പോൾ ഇവിടെ നമ്മുടെ മാന്തൾ കറി ഏകദേശം റെഡിയായി സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രീതിക്കൊന്ന് തിളച്ച് കൊടുത്തിട്ട് ആ തിളയ്ക്കുന്ന സമയത്ത് ഞാനിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ തിളയ്ക്കുന്നതൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമുള്ള തിളക്കല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മാന്തൾ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.